സീനൊന്ന് പകൽ. കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായൊരു ഗ്രാമം. പ്രീ മ്യൂസിക് ആണ് സാർ. കഥ പറയണോ? അവിടെ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ ബ്ലങ്കാവ്. സോറി, ബ്ലങ്ക്ലാവ്. എടോ ബ്ലങ്കാവ്, താൻ എന്നെ നശിപ്പിക്കും. ഒരു വലിയ വീട്. ഓക്കെ സാർ, ഒരു വലിയ വീട്. ആ വീടിന്റെ ഒരു വിദൂര ദൃശ്യം. സഹായിക്കുന്നു. നിങ്ങളുടെ തുണികൾ അടുക്കി വെക്കാം. ഞാനില്ലേ എന്റെ പൊന്നു ചിഞ്ചു, നീ എന്തിനാ ഇത്ര വല്ലാണ്ട് പേടിക്കണേ? ഒന്നില്ലെങ്കിലും ഞാൻ ഒരു കലിപ്പനല്ലേ, അതിന്റെ ധൈര്യമെങ്കിലും നീ കാട്ടണം. പിന്നെ എന്റെ അപ്പന്റെ അമ്മയുടെയും കാര്യോർത്ത് നീ വിഷമിക്കണ്ട. അവരും നമ്മുടെ കാര്യത്തിൽ ഫുള്ള് സപ്പോർട്ടാ, കേട്ടാ? അയ്യോ അമ്മ, അപ്പ തലേ ഞാനടാ പൊട്ട. നീ എന്നാണ്ട് ആളെ പേടിപ്പിക്കണ. നിനക്കുള്ളത് ഇപ്പൊ ഞാൻ തരാട്ടാ. മോളെ, എന്റെ അനിയൻ തണ്ടി ഇവിടെ ഒന്നിരിപ്പുണ്ട്. അവനൊന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടാ. ഓക്കെ? എന്തൂട്ട തൂശാമ്പളി നിന്റെ പ്രശ്നം? നിക്ക് എന്റെ ഒരു ഹെൽപ്പ് വേണം. എന്തൂട്ട് ഹെൽപ്പ്? നിക്ക് അവളെ കാണണം. അവളാ? ആതിര കൂടെ പഠിക്കണാണ്. ആതിരേ? ആതിര. മോനെ, ദിസ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഇത് ജോപ്പൻ ചെയ്യില്ല, കേട്ടാ? എന്നാ പിന്നെ നിന്റെ ഫോണിലെ ഇൻകമിംഗ് കോള് അമ്മ അറിയും. നീ എന്തിനാ എല്ലാം പോയി അമ്മയുടെ അടുത്ത് പറയാൻ നിക്കണേ? നിനക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോയിട്ട് അവളെ സെർച്ച് ചെയ്യ്. എന്നിട്ട് അവൾക്ക് മെസ്സേജ് വിട്. ഇവിടെ എന്റെ പെണ്ണിനെ തന്നെ കാണുന്നത് ഞാൻ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തിട്ടാണ്. ഓ, അതിപ്പോ നീ പറഞ്ഞിട്ട് വേണം. അല്ല മോനെ, ഇതെപ്പ തുടങ്ങി? ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് 2 വർഷം മുമ്പ് സ്കൂളിൽ വെച്ചാണ്. അപ്പോഴേക്കും എന്റെ കഷ്ടകാലത്തിന് ലോക്ക്ഡൗൺ. പിന്നെ ഇപ്പോഴാണൊന്ന് സെറ്റായി വരണത്. അപ്പോഴേക്കും ക്ലാസ് ഓൺലൈൻ ആക്കാൻ പോകുന്നു. ഇനിയിപ്പോ അവളൊന്ന് കാണണമെങ്കിൽ സ്കൂൾ ഉറക്കണം. അപ്പൊ നിനക്ക് അവളെ ഇനി കാണാൻ പറ്റില്ല അല്ലേ? പറ്റും. എങ്ങനെ? ഇത് ക്രിസ്മസ് സീസൺ അല്ലേ? അയിന് നമുക്ക് അവളുടെ വീട്ടിലേക്ക് നൈസായിട്ടൊരു കരോൾ അങ്ങോട്ട് പോവാം. കരോളാ? നീ നിന്റെ പിള്ളേരും കൂടി വിളിക്കുക. സംഭവം അങ്ങോട്ട് കളറാവട്ടെ. നീ എന്തുട്ടി പറയണേ? നാട്ടുകാരെ തല്ലുള്ളിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു വള്ളിക്കെട്ട് കേസായിട്ട് വന്നോളൂ. അങ്ങനൊന്നും ഉണ്ടാവില്ലടാ. എങ്ങനെ ഉണ്ടാവില്ലാന്ന്? ഉയരണം എനിക്ക്. നിന്റെ ഒരു ഉയിര് എന്റെ നെഞ്ചത്ത് നീ റീത്ത് വെപ്പിക്കോ? ഡാ, അവനെ കാണാനില്ല. നീ ഒന്നവനെ വിളിച്ചോക്കിയേ. അടങ്ങിക്കട ചെക്ക, ഞാൻ വിളിച്ചോക്ക. ഡാ, നീ എവിടെയാണ്? നീ ഇങ്ങോട്ട് വരുന്നില്ലേ? ഇവിടെ ഒരുത്തൻ വെയിറ്റിങ്ങിലാണ്. വേഗം വരാൻ നോക്ക്. ആ ശരി, ഇപ്പ വരും. ഇന്നെങ്ങാനും വരുമോ? എടി, ഇത് നിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ്, അല്ലാണ്ട് ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടിട്ടല്ല. കുറച്ചൊക്കെ വെയിറ്റ് ചെയ്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് അള്ളിയാ, ഒക്കെ സെറ്റ് അല്ലേ? ഓൾ സെറ്റ്. പൊളിയാണല്ലോ. ഒന്നും നോക്കിയില്ല മോനെ, ക്യാഷ് ആവശ്യം. എന്തുവാടാ ഇത്? ഇതന്നെ ഒപ്പം ചെക്ക് അറിയുള്ളൂ. ഉള്ള വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഇതാണോടാ പുല്ലേ ക്രിസ്മസ് ഡ്രസ്? അടിപൊളിയല്ലേ? നീ ഇടോ ഇത്? അതൊന്നും പറ്റൂല. ഞാൻ മരക്കുവാൻ മാറിട്ടവർക്ക്. നീയോ? അപ്പ അവളെ നീ കാണാൻ പോവോ? എടാ, നിനക്ക് ഇന്ന് തന്നെ കാണാൻ പോണെന്ന് ഉറപ്പാണ്? നാളെ പോയാ ആദ്യ? ഇന്ന് തന്നെ പോണം. എന്നാ പോവാ. പോവാ. വാ. തല്ല് കിട്ടാനുള്ള സ്ഥലമുണ്ട്. ഓടാനുള്ള വഴി നോക്കാം. നീ പോയി നിന്റെ പെണ്ണിനെ കാണടാ. വാടാ. ഓക്കെ.
ചേട്ടാ കരോള് കരോള്. എന്തടാ ഈശ്വര ഇവനു നിങ്ങൾ രണ്ടുപേരുള്ളോ? ഒന്നുമില്ല, ക്രിസ്മസ് ഒക്കെ അല്ലേ ഏട്ടാ, അത് കാരണം അപ്പൊ പരിപാടിയൊക്കെ ആയിട്ട് എന്താ വന്നതാ. ഉദ്ദേശം? ബാക്കിയുള്ളവരൊന്നും ഇല്ലാട്ടാ, ഞങ്ങൾ രണ്ടാളും. രണ്ടുപേരായിട്ടാ? ആ എന്താടാ അത്? അതൊന്നും അങ്ങനെ പെട്ടറാ പെട്ട് എന്ത് വിട്ട് കല്ലസിച്ചോളാ കല്ലസിച്ചോ. കല്ലസിജോയാ? ആ. അവനെന്താണ് ഇവിടെ? അവന്റെ കൂടെ തോന്നുന്നുണ്ടോ? ആണോ? കുടുങ്ങിയടാ കുടുങ്ങി. കുടുങ്ങിയ അവൻ ഗൾഫിലങ്ങാണ്ട് പോയല്ലേ? ഇല്ലടാ അവൻ നാട്ടിലുണ്ടാ. പെട്ടാ? അവൻ ഇറങ്ങിയിട്ടുണ്ടാ. തിരിഞ്ഞാലോ? മാസ്കൊക്കെ വന്നു. വേഗം വെക്കടാ വേഗം വെക്കടാ. തിരിയട്ടെ. 3 shots വെച്ചോ. നീ എന്താ ഇവിടെ? എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പഴോ? അതെ, നീ ഒന്ന് പോയി കേട്ടുണ്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് പറയണമെന്ന് വിചാരിക്കണതാ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ ഇപ്പൊ പോയിക്കേ. ഒന്നും പറഞ്ഞില്ല. നാളെ ഞാൻ ട്യൂഷന് വരുന്നുണ്ട്, അപ്പൊ കാണാം. അപ്പൊ പറയോ? ഉം. എന്നാ ഞാൻ പോട്ടെ. വേഗം പോയേ. നിന്റെ മൊഴികൾ തേടിയലയും രാവിനലമായുന്നു. നിന്റെ ചിരികൾ സമ്മതങ്ങൾ പ്രണയമെഴുതുന്നു. മൗനവഴിയിൽ നിന്റെ മൊഴികൾ പാട്ടിനലമീട്ടുന്നു. നമ്മിലുണരും കുഞ്ഞു നിനവോ കനവു നെയ്യുന്നു. ഉള്ളിലുള്ള മോഹം കാതിൽ മുഴുമോ? നിന്റെയുള്ളു മാത്രം പങ്കുവെച്ചു തരുമോ? നിന്റെ മൊഴികൾ തേടിയലയും രാവിനലമായുന്നു. നിന്റെ ചിരികൾ സമ്മതങ്ങൾ പ്രണയമെഴുതുന്നു. ഞാൻ ബാക്ക് പോയി മുണ്ട കഴിഞ്ഞോണ്ടല്ലോ ഞാൻ ഇഷ്ടപ്പെട്ടോ? കുറിൻ്റെ പിടിച്ചാ തെറ്റന്നെ എന്താ ഇയാൾ കേൾക്കും. കേറുമ്പോ മതിടാ മതിടാ നിർത്തടാ. ഇയാളെ കൂടി മതി മതി മതി. എന്താടാ ജോപ്പിനെ കല്ലം പടച്ചടാ, ഓടി രക്ഷപ്പെട്ടടാ. അല്ലടാ ശരിക്കും നല്ല അവിടെ എന്തുണ്ടായേ? അവിടെ എന്തുണ്ടായി? വരവായി ക്രിസ്മസ് രാത്രി ഉണ്ണിയേശു പിറന്നതിനായി. ക്യാഷ് ഒന്നും വേണ്ടേ? അയ്യോ അത് മറന്നു. താങ്ക് യു. യേശു പിറന്ന മിഠായൊന്നുമില്ലടേ. ഈ പൊന്നിക്ക് വേറെ പണിയില്ലേ? ആവില്ല. സ്വാമി ശരണം. സമ്മാന പൊതികളുമായിട്ട് അപ്പൂപ്പൻ വന്നേ. അങ്ങനെ 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 നിന്നെ ഇതിനാണോ പിടിച്ചത്? കഥ കഴിഞ്ഞിട്ടില്ലടാ. മോളെ ചിഞ്ചു. എന്താ ഏട്ടാ? ചിഞ്ചു ആര്?
അതെ അതെ അങ്ങനെ കള്ളനായി. ഈ മാതിരി കഥയൊന്നും എനിക്ക് ശരിയാവില്ല. താനൊരു ഹൊറർ മൂഡിലുള്ള സബ്ജക്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ. ഇപ്പോ ഒരു പറക്കും തളിക വരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ സബ്ജക്ട്. പറക്കുംതളി ഉണ്ട് സാർ. അതെ, ഒരു ഹൊറർ മൂടുള്ള രാത്രി ഒരു പറക്കുംതളി ഇങ്ങനെ പറന്നു വരുന്നു. ക്യാമറ താഴേക്ക് വരുന്നു.